ഇവിടെ ചെറ്റക്കണ്ടിയിൽ എന്താ ഉണ്ടായത്? ചെറ്റക്കണ്ടിയിൽ എനിക്ക് തോന്നുന്നു 2015-ലാണ്. 15 ജൂൺ 6 അവിടെ ഒരു സ്ഫോടനം നടന്നു. 2 പേര് മരണപ്പെട്ടു. ആ മരണപ്പെട്ട 2 പേരും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന CPM-ൻ്റെ സജീവ പ്രവർത്തകരാണ്. അവരെക്കുറിച്ച് ആർക്കും ഒരു ആക്ഷേപം പറയാൻ ആ നാട്ടിൽ സാധിക്കില്ല. തികച്ചും സംശയാസ്പദമായിരുന്നു ആ സ്ഫോടനം. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് അന്ന് ആ സംഭവസ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ നിരീക്ഷിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സമഗ്രമായൊരു അന്വേഷണം വേണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. ആ സഖാക്കളുടെ 2 പേര് പാർട്ടി പ്രവർത്തകരാണ്. അവരുടെ 2 പേരുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങി പതാക പുതപ്പിച്ച് സംസ്കരിച്ച് 15 കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 9 വർഷമായില്ലേ? അവിടെ സ്തൂപമുണ്ടാക്കി രക്തസാക്ഷി ദിനം ആചരിക്കുന്നു, സ്മരിക്കുന്നു. ഇപ്പം എന്താ ഒരു പുതിയ ബോധോദയം? ഇപ്പം എന്താ അതിൻ്റെ അടിസ്ഥാനം? ഈ 9 കൊല്ലവും ഇല്ലാത്തൊരു ചിന്ത എവിടുന്നാണ് ഇപ്പോൾ വന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു പാർട്ടി സെക്രട്ടറി തള്ളി പറഞ്ഞിട്ടില്ല. പാർട്ടി സെക്രട്ടറിയെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഭൂമി നിർമ്മിക്കുന്ന പാർട്ടിയല്ല, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും അംഗീകരിക്കുന്ന പാർട്ടിയല്ല. ഇത് തള്ളിപ്പറയുന്നൊരു നിലപാട്. ഇത്തരം സംഭവങ്ങളെ പാർട്ടി തള്ളിപ്പറയുന്നവരാണ്. ഈ സംഭവത്തിൽ പാർട്ടിക്ക് പങ്കുണ്ടെന്നോ ഒന്നും ഇത് ബോംബ് സ്ഫോടനമാണെന്നോ നിർമ്മിക്കോ പൊട്ടിയതാണെന്നൊന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടില്ല. ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്തൊരു വലിയ നേതാവിനെ ഇനി അദ്ദേഹത്തിന് വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയാൻ സാധിക്കില്ലല്ലോ. എന്തിനാ വലിച്ചിഴച്ചത്? എന്താ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ തന്നെ കേൾക്ക്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? എന്തിനാ വലിയ നേതാവിനെ പാർട്ടിക്കകത്ത് അവമതിപ്പുണ്ടാക്കാൻ ഇത്തരത്തിലുള്ള പ്രചാരങ്ങൾ നടത്തുന്നത്? ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പം നിങ്ങൾ അന്ന് പതാക പതപ്പിച്ചില്ലേ? നിങ്ങൾ ആരും വന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇനി ഞാൻ അവിടുത്തെ പാനൂരിൻ്റെ കഥ എൻ്റെ എടുക്കാം. പാനൂരിൽ ഇവിടെ കോൺഗ്രസ് ആണല്ലോ ഇതിനെ വലിയ നേതാവ് സുധാകരനാണല്ലോ എതിർക്കുന്നത്. KPCC പ്രസിഡന്റ് സുധാകരൻ കണ്ണൂരിലെ സേവറി ഹോട്ടലിന് ബോംബെറിഞ്ഞു. കൈപ്പിഴ സംഭവിച്ചു പോയിന്ന ഇത് എറിഞ്ഞ സ്ഥലത്തിൻ്റെ നാണുവിനെ ബോംബെറിഞ്ഞ് കൊന്നില്ലേ ഹോട്ടലിൽ? ബോംബെറിഞ്ഞിട്ടില്ലേ നാണുവിനെ കൊന്നത്? ആ സംഭവം ഒന്ന്. അത് തൻ്റെ ഗുണ്ടകൾക്ക് പറ്റിയ കൈപ്പിഴ എന്നാണ് അന്ന് സുധാകരൻ പറഞ്ഞത്. കോൺഗ്രസിൻ്റെ DCC ഓഫീസ് ഭൂമി നിർമ്മാണ കേന്ദ്രമായിരുന്നില്ലേ? നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞു? മാധ്യമപ്രവർത്തകൻ, ഇന്ത്യ ടുഡേയുടെ മാധ്യമപ്രവർത്തകൻ കോൺഗ്രസിൻ്റെ DCC ഓഫീസിൽ പോയി ബോംബ് നിർമ്മിക്കുന്നു. ആ പടമെടുത്തു. ആ പടമെടുക്കുമ്പോൾ ഒരു DCC സെക്രട്ടറി വരുന്നു. ഞങ്ങൾ നിർമ്മിക്കുന്ന 3 തരം ബോംബാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആ ബോംബെടുത്തിട്ട് ഇങ്ങനെ മേശമേൽ വെക്കുന്നു. ഇന്ത്യ ടുഡേയുടെ ലേഖകൻ ഇത് മുഴുവൻ പടമെടുത്തു. അവരോട് ചോദിച്ചു, ഞങ്ങളിത് പടമെടുക്കട്ടെ, എടുത്തോളൂ. പ്രസിദ്ധീകരിച്ചില്ലേ? കോൺഗ്രസിൻ്റെ DCC ഓഫീസിലല്ലേ ബോംബ് നിർമ്മിച്ചത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടായോ? നിങ്ങളാരും ഒന്നും പറഞ്ഞില്ലല്ലോ. ഇന്നിപ്പോൾ ഒരു ബോംബ് സ്ഫോടനത്തിൻ്റെ പേരിൽ CPM ഒരു സ്മാരക മന്ദിരം നിർമ്മിക്കുമ്പോൾ അതിനെതിരെ ചെണ്ട കൊട്ടി പുറപ്പെടുന്നവരെ നിങ്ങളെന്താ ഇത് പറയാത്തത്? അതുപോലെ ഇത് 2011 ഫെബ്രുവരി 26 നാദാപുരത്ത്, ഞാൻ മുമ്പ് പറഞ്ഞതാണത്, നരിക്കാട്ട് ഏരിയയിൽ ബോംബ് നിർമ്മിക്കുമ്പോഴല്ലേ 5 മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ കൊല്ലപ്പെട്ടത്? നിങ്ങൾ ആ ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു? 5 ലീഗ് പ്രവർത്തകരില്ലേ? അതിരിക്കട്ടെ. 2013 പാനൂരിൽ ബോംബ് നിർമ്മിക്കുമ്പോൾ സ്ഫോടനം ഉണ്ടായി. 8 പേർക്കാ പരിക്ക്. 4 പേരത് ഗുരുതരമായ പരിക്കായിരുന്നു. അതിൽ കണ്ണുപോയി, കാലുപോയിട്ടുള്ള ഒട്ടനവധി പേര് പാനൂരിൽ. എന്താ നിങ്ങൾ ആരും അന്വേഷിക്കാതിരുന്നത്? നിങ്ങൾ എന്താ അന്വേഷണം നടത്താത്തത്? ഒരു ആഴത്തിലുള്ളൊരു മാധ്യമപ്രവർത്തകരുടെ അന്വേഷണം നടത്താമായിരുന്നില്ലേ? ഇനി നമ്മുടെ മൊഹേരി വള്ളിയായിൽ ബോംബ് നിർമ്മിക്കുമ്പോൾ സ്ഫോടനത്തിൽ നടന്നു. കോൺഗ്രസ് പ്രവർത്തകൻ്റെ കൈപ്പത്തി 2 പോയി.
ഇപ്പോഴയാൾ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും മാധ്യമക്കാർ പോയി അദ്ദേഹത്തിൻ്റെ കൈപ്പത്തി പോയ അദ്ദേഹത്തിൻ്റെ പടമെടുത്ത് കൊടുത്തിട്ടുണ്ടോ? ഇത് മുതലെടുപ്പിന് വേണ്ടി നടത്തിക്കൊണ്ട് ചെറുവാഞ്ചേരിയിൽ RSSകാർ നിർമ്മിക്കുന്ന ബോംബ് ചെറുവാഞ്ചേരിയിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ സ്ഫോടനം നടന്നു. 2 RSSകാർ മരിച്ചില്ലേ? ചെറുവാഞ്ചേരിക്കടുത്താണ് പൊയിലൂരിൽ ബോംബ് നിർമ്മിക്കുമ്പോൾ സ്ഫോടനം ഉണ്ടായി. 2 പേർ അവിടെ മരിച്ചു. RSSകാർ നിർമ്മിക്കുമ്പോൾ സ്ഫോടനം നടന്നതാണ്. പയ്യന്നൂർ ആലക്കാട് 2022 ജനുവരി 30-നാണ് സ്ഫോടനം നടന്നത്. ഒരു ബിജുവിൻ്റെ വീട്ടിൽ, RSSകാരൻ ബിജുവിൻ്റെ വീട്ടിൽ. ആ ബിജുവിൻ്റെ അവിടെ സ്ഫോടനം നടന്നപ്പോൾ ബിജുവിൻ്റെ മാരകമായി പരിക്ക് പറ്റി നേരെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആരും അറിയാതെ ചികിത്സ നടത്തി തിരിച്ചു വന്നു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ ബിജുവിൻ്റെ വീട്ടിൽ വീണ്ടും ബോംബ് സ്ഫോടനം ഉണ്ടായില്ലേ? ബോംബ് നിർമ്മിക്കുമ്പോഴല്ലേ? നിങ്ങൾ എന്തിനാ ഇത്തരം കാര്യങ്ങളെല്ലാം മറച്ചു വെക്കുന്നത്? ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് ഇവിടെ 9 വർഷം മുമ്പ് അന്ന് നിങ്ങൾക്ക് ആർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളില്ല. ഒരു കോൺഗ്രസ് ഐക്കാരനും ഒരു RSSകാരനൊന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളില്ല. ഇപ്പോൾ വിഷയദാരിദ്ര്യം അനുഭവിക്കുകയാണ്. എന്തെങ്കിലും ഒരു വാർത്ത വേണം എന്നുള്ളത് കൊണ്ട് നിങ്ങളങ്ങ് പ്രഖ്യാപനം നടത്തുക. CPM എന്ത് വേണം എന്ന് കോൺഗ്രസ് ഐയോടും RSSനോടും ചോദിച്ചിട്ടാണോ? മാധ്യമപ്രവർത്തകരോട് ചോദിച്ചിട്ടാണോ തീരുമാനിക്കുക? ഈ നാടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉത്തമരായ സഖാക്കളുണ്ട്. ആ സഖാക്കൾ അപകടത്തിൽപ്പെട്ട് രോഗം പിടിപെട്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ എതിരാളികളുടെ ആക്രമണത്തിൽ ഒക്കെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. അവരെയെല്ലാം സ്മരിക്കും. അപകടത്തിൽ സ്ഫോടനത്തിൽ ഇങ്ങനെയൊക്കെ മരണപ്പെട്ടു പോയവരുടെ രക്തസാക്ഷി ദിനം ആചരിക്കും, സ്മരിക്കും. അങ്ങനെ അവരുടെയൊക്കെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ പാർട്ടി വളർന്നു വന്നത്.